സ്വാമിയെ ശരണം അയ്യപ്പ. ഇന്ന് ഒരു കാവ് കാണിച്ചു തരാം, അയ്യപ്പൻ കാവ്. അത് അഞ്ചമ്പടിയിൽ കപ്പോത്ത് കാവിനടുത്താണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരു അയ്യപ്പൻ കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു ക്ഷേത്രമാണ്. നിങ്ങൾ കണ്ടു നോക്ക്. അയ്യപ്പൻ കാവ് എന്ന് അറിയപ്പെടുന്നെങ്കിലും സുബ്രഹ്മണ്യനാണ് പ്രധാന പ്രതിഷ്ഠ. സ്വാമിയെ ശരണമയ്യപ്പ. അഞ്ചാം പീടിക ശ്രീ കപ്പോത്ത് കാവിന് സമീപമുള്ള അയ്യപ്പൻ കാവ് ഏകദേശം 500 വർഷത്തിലധികം കാലപ്പഴക്കമുള്ള ഒരു കുടുംബക്ഷേത്രമാണ്. മണിയങ്ങാട്ടില്ലം വക കുടുംബങ്ങളാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന നമ്പൂതിരിമാർ. അവിടെയുള്ള ശ്രീ പരമേശ്വരൻ നമ്പൂതിരിയാണ് ഇപ്പോൾ നിത്യപൂജ രാവിലെ ചെയ്യാറുള്ളത്. അയ്യപ്പൻ കാവ് എന്നറിയപ്പെടുമെങ്കിലും സുബ്രഹ്മണ്യനാണ് പ്രധാന പ്രതിഷ്ഠ. പൂർണ്ണകായ രൂപത്തിലുള്ള സുബ്രഹ്മണ്യനും ഇരുന്നിട്ടുള്ള അയ്യപ്പനുമാണ് ഇവിടുത്തെ മൂർത്തികൾ. രൂപഭംഗിയിലും ശില്പചാതുരിയിലും ഇത്രയും ഭംഗിയുള്ള വിഗ്രഹങ്ങൾ സമീപ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിലൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യപ്പ ഭക്തർ കൂടുതലായുള്ള ഈ മണ്ഡലകാലം അയ്യപ്പ ഭക്തർ വന്ന് തൊഴുത് സായുജ്യപുണ്യം നേടുക തന്നെ വേണം. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ ഏകദേശം 8:30 വരെ നട തുറന്ന് പൂജാകർമ്മങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രതിഷ്ഠാ ദിനം മകരം 22-നാണ്. മനസാകും പുലിമേലി വാഴണേ, ജന്മശനി നീക്കി ശരിയേകിടേണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല്, കരയിൽ സ്വാമി തൻ പൊന്നണി വീട്. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല്, കരയിൽ സ്വാമി തൻ പൊന്നണി വീട്. മാലുകൾ നീക്കിടുവാനയ്യപ്പാ നീ മഹിഷി മാരകൻ ആയിട്. മാലുകൾ നീക്കിടുവാനയ്യപ്പാ നീ മഹിഷി മാരകൻ ആയിട്. കലികാലം കൺപാർക്കും പരമാർത്ഥ പുണ്യമേ നീതന്ന. ഇതിപ്പം ഞങ്ങൾ ഇപ്പം എൻ്റെ അപ്പോപ്പനൊക്കെ പറഞ്ഞത് ഞങ്ങളിപ്പോൾ 6ാമത്തെ കരിന്തലയാണ് ഞങ്ങളിവിടെ. അപ്പോൾ ഞാൻ ഇവിടെ കൂരാത്തില്ലെന്നങ്ങനെ പറയല്. ഇത് പണ്ടെല്ലാം അങ്ങനെ പറയലുണ്ട്, കൂരാത്തില്ലെന്ന് പറയലുണ്ട്. അപ്പോൾ ഇവിടെ വേലി വെച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ വേലി വെച്ച് കൊണ്ടുവന്ന് ചിലപ്പോൾ 2 സ്ത്രീകൾ മാത്രം ബാക്കിയായി, കുട്ടികളില്ല. അപ്പോൾ ഇവരൊരു പ്രാവശ്യം പോയപ്പോഴെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു കുട്ടീനെ എടുത്തിട്ട് ഞാൻ ഇവരെയും കൂട്ടിയിട്ട് വരുവാന്നിട്ട് ഇങ്ങോട്ട് വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മണിയങ്ങാടാവുന്നത്. ഇതൊരു ഗ്രാമക്ഷേത്രമാണെന്ന് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരൊക്കെ എല്ലാം നശിച്ചു പോയതാണ്. അപ്പോൾ അവർ പിന്നെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം അപ്പോപ്പൻ ഞങ്ങളിപ്പോൾ 6ാമത്തെ കരിന്തലയോ 7ാമത്തെ കരിന്തലയായി മുമ്പിലുള്ള ആളാണ്. അപ്പോൾ അത്രയും കൊല്ലത്തെ പഴക്കമുണ്ട്. അന്നേരത്തെ ഉള്ള അമ്പലമാണ് ഇത്. അപ്പോൾ ഇതെല്ലാം നോക്കി നടത്താനും മറ്റുള്ളതെല്ലാം വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം അതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല. ഇത് 3ാമത് പൊളിഞ്ഞിട്ട് എടുത്തതാണ് ഇത് ശ്രീകോവിൽ. 3ാമത് വെച്ചാൽ ഒരിക്കൽ ഇവിടെ ഇത് പൊളിഞ്ഞതെല്ലാം കൂടി ഇപ്പോൾ ഇതിൻ്റെ ഇതാണ് സാക്ഷാൽ ഇതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി തകരാറായി കഴിഞ്ഞിട്ടെല്ലാം കൂടി ആയിക്കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം കൂടി ശരിയാക്കിയതിന് ശേഷം വെച്ചാൽ ഇതിൽ വലിയ മാവുണ്ടായിരുന്നു അപ്പോപ്പൻ്റെ കാലത്ത്. അപ്പോൾ മാവുണ്ടായെന്ന് വെച്ചാൽ ആ മാവ് പൊട്ടിയതിന് വില കൂടും. അങ്ങനെ ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ് എല്ലാം നടന്നു. എന്നതിന് ശേഷം പിന്നെ അത് ചുരുക്കിയിട്ട് ഇതിനകത്ത് ശ്രീകോവിലിൻ്റെ മാത്രം ചുരുക്കിയിട്ട് അങ്ങനെ എടുത്തിട്ട് പണി കഴിച്ചതാണ്. ഇപ്പോൾ കൊല്ലം 10 പറയാൻ ചില ഇപ്പോൾ 6 വിളിച്ചാൽ 6,42,500 പോലൊക്കെ എന്തായാലും നമുക്ക് പറയാമല്ലോ. അതിനും മുമ്പേ ഉള്ളതാണ്.
അതെ, ഒരു 7 തലമുറ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഒരു 70 വയസ്സ് കൂട്ടിയാൽ തന്നെ 749 500 കൊല്ലം പഴക്കമുണ്ടാവും. അപ്പോപ്പൻ്റെ ചിറ്റപ്പൻ ചില അച്ഛൻ്റെ അരിഞ്ഞ്, അപ്പോൾ അയാളാണ് ഇത് പൊളിച്ചിട്ട് എടുത്തിരിക്കുന്നത്. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യസത്യതയാനിധിയേ, ഇനി കൽപ്പാന്തമിഴിതൾ തുറന്നീടണേ. ഇരുമുടി നിറയുമേ ദുരിതം ഒഴിയണേ, ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസാകും പുലിമേലെ വാഴണേ, ജന്മശനി നീക്കി ശരിയേകിടേ